Excuse me. Yes. Once more, please. Once more. Okay. മോര് ചോദിക്കും. ആ മോര് ചോദിക്കുന്നത് തന്നെ കട്ടിയില്ല. പണ്ണോറ് മോര് 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 വേണോ മോര്, അങ്ങനെ 10 ടൈപ്പിൽ അത് ചോദിക്കും. ആ 10 കഴിയുമ്പോൾ ഊർവശി അത് തന്നെ അത് 10 ടൈപ്പില് അവർ ചെയ്യുന്നത് തോന്നി. ഇന്ന് ഞാൻ തമിഴിൽ കലക്ക് നോയിക്കോളെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. ഓപ്പർച്യൂണിറ്റി കൊടുത്ത് നല്ല ഒരു പടം എനിക്ക് കൊടുത്ത പാണ്ഡരാജൻ സാറ് സോറി പാണ്ഡരാജരാജരാജരാജൻ സാറേ, എനിക്ക് ഒരുപാട് നന്ദി എന്ന് പറഞ്ഞു. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. നമസ്കാരം. ആദ്യമായിട്ട് കുറച്ച് വൈകി വന്നതിൽ ഓരോരുത്തരോടും ക്ഷമ ചോദിക്കുന്നു. കാരണം എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും, അത് ഷൂട്ടിംഗ് ആയാലും മറ്റ് ഈവൻറ്റ്സ് ആയാലും പ്രൈവറ്റ് ആയിട്ടുള്ള എൻ്റെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ എന്താണെങ്കിലും ആ സമയത്തിന് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും അവിടെ ചെന്ന് എത്തിപ്പെടണം എന്നുള്ളത് എപ്പോഴും ഞാനൊരു പോളിസിയായിട്ട് കീപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇന്ന് ഒരുപാട് ദൂരെ നിന്നാണ് യാത്ര ചെയ്ത് വരുന്നത്. ഇപ്പോൾ വരുന്ന വഴിക്ക് ഇപ്പോൾ ഈ തൃപ്പൂണിത്തുറയിൽ നിന്ന് തിരിയുന്ന വഴിക്ക് ഇങ്ങോട്ടേക്ക് പേട്ട ജംഗ്ഷനിൽ ഒരു ലോറി ഒരു കാറിലേക്ക് മറിഞ്ഞു വീണൊരു തീ പിടിച്ചെന്തോ ഒരു വിഷയം ഉണ്ടായിട്ട് ഇവിടെ ഫുൾ ബ്ലോക്ക് ചെയ്തിട്ട് 1 വേ ആയിട്ട് ഞാൻ 3:30 മണിക്ക് എത്തിയതാണ്. ഇവിടെ 1.5 മണിക്കൂറായി ആ ബ്ലോക്കിൽ കടന്നു പോയത് കൊണ്ടാണ്. അതിന് ക്ഷമ ചോദിക്കുന്നു. ഈ സിനിമയെക്കുറിച്ച് പരിമള ആൻഡ് കോ സിനിമ ഇനി തിയേറ്ററുകളിൽ എത്താനായിട്ട് 4-5 ദിവസങ്ങളാണുള്ളത്. ഇപ്പോഴും എൻ്റെ അടുത്ത് പരിമള ആര് എന്നുള്ളത് ആളുകൾ ചോദിക്കാറുണ്ട്. ഉർവശി മുന്താനെ മുടിച്ച് എന്നുള്ള ഭാഗ്യരാജിൻ്റെ ചിത്രത്തിൽ പരിമളം എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രമായതുകൊണ്ട് തന്നെ ഉർവശി ആയിരിക്കാം പരിമള എന്ന് പലരും അതല്ലേന്ന് എന്നോട് ചോദിച്ചു. എന്തായാലും അത് തിയേറ്ററിൽ കണ്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. വലിയ സസ്പെൻസ് ഒന്നുമില്ല എങ്കിൽ പോലും. പിന്നെ അതിൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്നത്തെ ഒരു ദിവസം ഈ കേരളത്തിലെ കഴിഞ്ഞ ഏകദേശം ഒരു 15-20 ദിവസങ്ങളായി ഞങ്ങൾ ഈ ചിത്രത്തിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടാണ്. ഒരുപാട് എൻജോയ് ചെയ്ത ഒരു സിനിമയായിരുന്നു. ഒരുപാട് ഞങ്ങളെല്ലാവരും തന്നെ ഇത്രയും എൻജോയ് ചെയ്ത് ഇത്രയും ചിരിച്ച്, അതിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഉർവശിയുടെ ഓരോ റിയാക്ഷനുകളും തന്നെയാണ്. പലപ്പോഴും ഞാൻ തന്നെ ആണ് ഡയറക്ടർക്ക് ഏറ്റവും കൂടുതൽ തലവേദനയായിട്ടുള്ളത്. പണ്ടും അതെ, ഉർവശിയുടെയൊക്കെ പല റിയാക്ഷനും ഞാൻ ചിരിച്ച് ഒരുപാട് ടേക്കുകൾ മലയാളത്തിലും വരാറുണ്ട്. അത് തന്നെ ഇപ്പോഴും സംഭവിച്ചത്. 10 ടേക്ക് 12 ടേക്ക് കഴിയുമ്പോൾ പണ്ടേ സ്ഥലത്ത് ഞാൻ സോറി പറയും. എനിക്കത് നേരിട്ട് അതിങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ചിരി താങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരുപാട് രസകരമായ ദിവസങ്ങൾ 10-40 ദിവസം അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ തിയേറ്ററിൽ കിട്ടും എന്ന് തന്നെയാണ് നമ്മളുടെ വിശ്വാസം. 20 വർഷത്തിന് ശേഷം നിങ്ങൾ രണ്ടും ഒന്നിക്കുന്നത് നമ്മൾ ട്രെയിലർ കണ്ടപ്പോഴാണ്, ടീസർ കണ്ടപ്പോഴാണ് ഭയങ്കര ഫണ്ണാണ്. ഈ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയാണ് നിങ്ങൾ ചിരിക്കാതെ ഒരേ ഇപ്പൊ പണ്ഡിസാറ് പറഞ്ഞല്ലോ, ഒരു ഷോട്ട് വയ്ക്കുമ്പോൾ ജയറാമേട്ടൻ്റെ ചിരിയാണ്, ഇപ്പുറം വയ്ക്കുമ്പോൾ ഉർവശിയുടെ ചിരിയായിരിക്കും. ചിരി അടങ്ങാൻ പറ്റുന്നില്ല. 20 വർഷത്തിന് ശേഷം ഒന്നിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ തന്നെ സംസാരിക്കാൻ ഉണ്ടായിട്ടുണ്ടാവും. ആ ലൊക്കേഷനിൽ വെച്ച് ഈ സിനിമയ്ക്ക് വന്ന ആദ്യം നിങ്ങൾ സംസാരിച്ച ഒരു കോമഡി എന്തായിരുന്നു? അയ്യോ, പെട്ടെന്ന് അങ്ങനെ ഒരു ദിവസം ഇന്ന സമയത്ത് ആദ്യം സംസാരിച്ചത് എന്ന് പറഞ്ഞ് എനിക്ക് ഓർമ്മ വരുന്നില്ല. കാരണം ഈ 10-20 വർഷത്തിനിടയ്ക്ക് ഉർവശിയും എന്നെയും വെച്ചിട്ട് ഒരുപാട് സിനിമകൾ തമിഴിലും മലയാളത്തിലൊക്കെ ആയിട്ട് കഥ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ഉർവശിയുടെ അടുത്ത് പറയും ഇത് ചെയ്യണോ? അപ്പോൾ ഉർവശി പറയും ഒന്നുമില്ല, അത് പഴയ പോലെ തന്നെ ഇരിക്കുന്നു, അത് വ്യത്യസ്തമായിട്ടൊന്നും തോന്നുന്നില്ല എന്ന് പറയും. രണ്ടാമതൊന്ന് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു സ്പാർക്ക് വേണം എന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇതുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത്. തുടക്കം തൊട്ട് എല്ലാം പഴയ കാര്യങ്ങൾ തന്നെ ഓരോന്നോരോന്ന് പറഞ്ഞ് ഞങ്ങൾ ചിരിക്കും. അപ്പോൾ ഇദ്ദേഹം കൂടെ എന്താ കാര്യം ചോദിക്കും. അപ്പോൾ ഇതൊക്കെ തന്നെ ഈ നമ്മൾ
കോമഡി ഉണ്ടെന്ന് പറഞ്ഞാലും ഇതിനകത്ത് കോമഡിക്ക് വേണ്ടി ഒരു കോമഡി ചെയ്യുന്ന ഒരു സീൻ പോലും ഇല്ല കേട്ടോ. ഇതിനകത്തൊരു ഹിഡൻ ആയിട്ടൊരു കോമഡി ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഒരു ക്യാരക്ടർ പോലും തമാശയ്ക്ക് വേണ്ടി തമാശ കാണിക്കുകയോ ചിരിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒന്നും ചെയ്തിട്ടില്ല. വളരെ സൈലൻ്റ് ആയിട്ട് ഒരു റിയാക്ഷൻ, ആ റിയാക്ഷനിൽ തിയേറ്ററിൽ അത് ചിരി കിട്ടിയാൽ അത് സക്സസ്ഫുൾ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപാടുണ്ടല്ലേ, ഞങ്ങൾ കുറേ കാലം കഴിഞ്ഞിട്ട് അഭിനയിക്കുന്നതുകൊണ്ട് പഴയ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞ് ചിരിയായിരുന്നു. ശശി എൻ്റെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, ഞാനും ജയറാമും അഭിനയിച്ചു കഴിഞ്ഞാൽ കൊടുക്കൽ വാങ്ങൽ എളുപ്പമാണെന്ന് പറഞ്ഞു. അതാണ് ഏറ്റവും ഞങ്ങൾ തമ്മിലുള്ള ഒരു ഐക്യം എന്നാണ് പറയുന്നത്. അവിടെ ഒന്ന് കൗണ്ടർ കൊടുത്താൽ ഉടനെ ജയറാമേട്ടൻ കൗണ്ടർ കൊടുക്കും. അങ്ങനെ കൊടുക്കൽ വാങ്ങലിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ആരാന്ന് വെച്ചാൽ ജയറാമേട്ടൻ്റെ പേരാണ് എൻ്റെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. അത് എത്രമാത്രം ശരിയാണെന്ന് ഈ സിനിമയോട് കാണുമ്പോൾ തന്നെ മനസ്സിലായി. ഇതിന് മുമ്പുള്ള സിനിമയ്ക്ക് മനസ്സിലാവും. ജയറാമേട്ടൻ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഇല്ല, ഞാൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. ഉർവശി ഞാനും ചേർന്ന് അഭിനയിച്ച സിനിമകളിൽ ഏകദേശം 5 സിനിമയ്ക്കോ 6 സിനിമയ്ക്കോ ഉർവശിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. തലയുടെ മന്ത്രം, മഴവിൽ കാവടി, കടിഞ്ഞൂൽ കല്യാണം, എനിക്ക് സിനിമകൾ പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല എല്ലാം. അപ്പോൾ അതിലൊക്കെ തന്നെ ഉർവശിക്ക് ചില ഷോട്ടിലൊക്കെ ഡയറക്ടർ ഓക്കെ പറഞ്ഞാൽ പോലും ഞാൻ ഡയറക്ടറോട് പറയാറുണ്ട്, സാർ കുറച്ചും കൂടി നന്നായിട്ട് അവർ വേറെ തരത്തിൽ ചെയ്യും, ഒന്നുകൂടി എടുക്കുക. ഉർവശിയെ പറഞ്ഞത് എന്തിനാ ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞു പ്ലീസ് ചെയ്യൂ. കാരണം അവർക്ക് അതിനുള്ളൊരു പൊട്ടൻഷ്യാലിറ്റി ഉണ്ടെന്ന് നമുക്കറിയാം. ഒരേ ഷോട്ട് ഒരു 10 പ്രാവശ്യം എടുത്താൽ 10 ഒരേ മരിയിക്കില്ല, 10 വേറെ തരത്തിൽ അഭിനയിക്കും. ഇപ്പം ഇതിൽ തന്നെ ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പാണ്ഡ്യരാജ് സാറിന് അറിയാം ഉർവശിയുടെ കയ്യിൽ നിന്ന്. ഇപ്പോൾ ഉർവശി എന്നെ കുടിക്കണമെങ്കിൽ കോഫി ടീ എതുവും വേണ്ട, മോര് ചോദിക്കും. ആ മോര് ചോദിക്കുന്നത് തന്നെ കട്ടിയില്ല, പണ്ണോറ് മോര് അങ്ങനെ 10 ടൈപ്പിൽ അത് ചോദിക്കും. ആ 10 കഴിയുമ്പോൾ ഉർവശി അത് അത് 10 ടൈപ്പില് അവർ ചെയ്യുന്നത് അത് അറിയാം കൃത്യമായിട്ട്. അതുകൊണ്ട് കട്ടിയാതെ വൺമോർ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. അങ്ങനെയായിരുന്നു. അങ്ങനെ ഇതൊക്കെ തന്നെയായിരുന്നു ഫണ്ണ് ലൊക്കേഷനിൽ ഉണ്ടായിട്ടില്ല. ഉർവശിയിൽ ഇപ്പം കണ്ടുള്ള അല്ലെങ്കിൽ ഇപ്പം നമുക്കൊരു എക്സ്പീരിയൻസ് കൂടുന്നവരും എല്ലാ ആക്ടേഴ്സ് ഇവോൾവ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പോൾ ഉർവശി കണ്ടില്ല ഏറ്റവും ഉള്ളൊരു ചേഞ്ചസ് എന്തൊക്കെയാണ്? ഇപ്പോൾ ആക്ടിങ്ങിലായാലും ഓൾസോ ജയറാമനെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഉർവശിയുടെ ഒരു പെർഫോമൻസ് ഏതായിരിക്കും ഇതുവരെ കണ്ടതിൽ? ഇപ്പോൾ അടുത്ത് നാഷണൽ അവാർഡ് കിട്ടിയ നമ്മുടെ ഉള്ളൊഴുക്ക്, അയ്യോ പത്രികയല്ല സാർ, ഉള്ളൊഴുക്ക്, അയ്യോ എന്താണ് പെർഫോമൻസ്. അത് കഴിഞ്ഞ് അത് ചെയ്തവർ തന്നെയാണോ ഇതിൽ വന്നിട്ടുള്ള ഓരോ റിയാക്ഷൻ ചെയ്യുന്നത് ഞാനിങ്ങനെ നോക്കിയിരിക്കും. കാരണം എപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ളവരോട് എന്താ പറയുക, നമ്മളറിയാതൊരു ഈ ഫാൻ എന്ന് പറയുന്ന പോലെ ഞാൻ അവരുടെ വലിയ ഫാനാണ്. അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന മുന്നേ ഓരോ കാര്യങ്ങളും ഇങ്ങനെ നോക്കിയിരിക്കും. അതൊക്കെയല്ലേ നമുക്ക് ഇവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ കിട്ടുന്നത്. ഇപ്പോൾ കമൽ സാറിൻ്റെ കൂടെ ഞാൻ ഒരുപാട് സിനിമ ചെയ്തിട്ടുണ്ട്. കമൽഹാസൻ സാറിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ അതാണ് പല ഷോട്ടുകളിലും ഞാൻ എൻ്റെ ഡയലോഗ് മറന്നു പോകും. കാരണം അദ്ദേഹം എന്താണ് ചെയ്യണതെന്ന്. കാരണം കുട്ടിക്കാലം തൊട്ട് ഇവരെയൊക്കെ നമ്മൾ സ്ക്രീനിൽ കാണുന്നതല്ലേ. അപ്പോൾ അതിലിങ്ങനെ അതിശയം പോലെ നോക്കിയിരിക്കും. അങ്ങനെ എത്രയോ പേരുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം. മലയാളത്തിൽ തന്നെ എത്ര തിലകൻ ചേട്ടൻ്റെ ഓരോ സീനിലും ചിലപ്പോൾ വീണ്ടും ചില വീട്ടുകാര്യങ്ങളിലും ഒക്കെ ഞങ്ങൾ അഭിനയിക്കുമ്പോൾ ഞാൻ തന്നെ എൻ്റെ ഡയലോഗ് മറന്നു പോകും. തിലകൻ ചേട്ടൻ സോറി ഒരു പ്രാവശ്യം കൂടി എടുക്കാം. കാരണം ആ മുഖത്ത് നോക്കിയിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഡയലോഗേ മറന്നു പോകും. അങ്ങനെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരില്ലേ ഇവരൊക്കെ. ഈ കാലഘട്ടത്തിൽ ഇവരുടെ കൂടെയൊക്കെ അഭിനയിക്കാൻ പറ്റിയത് തന്നെയല്ലേ ഏറ്റവും വലിയ സന്തോഷമാണ്. അത് എൻജോയ് ചെയ്യുന്ന ഓരോന്ന്. പൊന്നിയിൻ സെൽവൻ്റെ ഒക്കെ സെറ്റിനകത്ത് നടന്നത് ഒരുപാട് ഫണ്ണി മൊമെന്റ്സ് ചെയ്യാൻ ഷെയർ ചെയ്തിരുന്നു. അതുപോലെ ഈ പടത്തിന്റെ സെറ്റിൽ നടന്നു അതുപോലെ തന്നെ ഫണ്ണി മൊമെന്റ്സ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ? ഞാനത് പെട്ടെന്ന് ഒരുപാടുണ്ട് തോന്നി. ഞങ്ങൾക്ക് അനന്തിക ഞങ്ങൾക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ഓരോ ദിവസവും തന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. മലയാളിയാണ്. ഒരുപാട് കലകൾ കയ്യിലുള്ള ഒരാളാണ്. അഭിനയം മാത്രമല്ല, ഡാൻസിൻ്റെ തന്നെ വിവിധ ഡാൻസുകൾ പഠിച്ചിട്ടുണ്ട്, കഥകളി പഠിച്ചിട്ടുണ്ട്, കൂടിയാട്ടം പഠിച്ചിട്ടുണ്ട്, മാർഷൽ ആർട്സ് പഠിച്ചിട്ടുണ്ട്. എല്ലാം ഓരോ ദിവസവും ഞങ്ങൾ ഓരോന്ന് സെറ്റിൽ ചെയ്യിക്കും. അത് വളരെ ഇതാണ്. പക്ഷേ ചില സമയങ്ങളിൽ ഇപ്പോൾ അത് ഞാൻ ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്, എങ്കിലും അത് റിപ്പീറ്റേഷൻ ആയിരിക്കും. ഇപ്പോൾ ഇതേപോലത്തെ ഒരു പ്രസ് മീറ്റ് ചെന്നൈയിലുണ്ടായിരുന്നു. അപ്പോൾ അനന്തയ്ക്ക് അന്ന് തമിഴിൽ തന്നെ സംസാരിച്ച് എല്ലാം ചെയ്യണം എന്നുള്ളത് കൊണ്ട് എല്ലാവരും കൂടി ക്ലാസ് കൊടുത്തിരുന്നു. അതുകൊണ്ട് ഞാൻ ഫുൾ തമിഴിൽ ഞാനപ്പോൾ വന്നപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു തമിഴ്, ഇന്ന് ഞാൻ തമിഴിൽ കലക്ക് നോയിക്കോളൂ എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അങ്ങനെ വന്ന് സംസാരിച്ച്
പാണ്ഡ്യരാജ് സാറിനൊരു താങ്ക്സ് പറഞ്ഞായിരുന്നു സ്റ്റേജിൽ. എനിക്ക് இந்த மாதிரி ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്ത് നല്ല ഒരു പടം എനിക്ക് കൊടുത്ത പാണ്ഡരാജൻ സാറ് സോറി പാണ്ഡരാജരാജൻ സാറേ എനിക്ക് ഒരുപാട് നന്ദി എന്ന് പറഞ്ഞു. അത് ആദ്യം ഒരു പാണ്ഡരാജനെ വന്നുള്ളൂ, എന്നിട്ട് സോറി പറഞ്ഞിട്ട് പാണ്ഡരാജരാജൻ സാറേ സോറി. ഇങ്ങനെ ഓരോ തമാശകള്. നോർമലി ഇപ്പൊ ഒരു ഫാമിലി പടം ഇപ്പൊ മലയാളത്തിൽ ഇപ്പോൾ ഡാർക്ക് ഹ്യൂമർ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇപ്പൊ ലാസ്റ്റ് മോഹിനിയാട്ടം ഒരു ഇറങ്ങി ഭയങ്കര ഗംഭീര റെസ്പോൺസുകൾ കയറി. അപ്പൊ ഒരു ഒരു കില്ലിംഗ് ആണെങ്കിലും ഒരു ത്രില്ലർ ആണെങ്കിലും പ്രേക്ഷകനെ ഇരുത്തി ചിരിപ്പിച്ച് കുടുംബത്തോടെ ഇരുത്തി ചിരിപ്പിക്കുക എന്ന് പറഞ്ഞ ചെറിയൊരു പ്രോസസ് അല്ല. ഈ ട്രെയിലർ കാണുമ്പോൾ ഇതിന്റെ ട്രെയിലർ കാണുമ്പോഴും ഒരു എന്താ പറയാ മനസ്സിലൊരു എന്താ പറയാ ഇതൊരു ഷോർട്ട് ഹിറ്റ് ആണ് എന്നൊരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ശരിക്കും ഇങ്ങനത്തെ ഒരു ഡാർക്ക് ഹ്യൂമർ ചെയ്യുന്ന സമയത്ത് ചിരിപ്പിക്കുകയും വേണം, അതേ ആ പ്രഷർ ഇവിടെയാണ് സാർ അതേ പ്രഷർ കണ്ടിന്യൂ ചെയ്യുകയും വേണം. എങ്ങനെയാണ് അതിന്റെ പ്രോസസ് എങ്ങനെയാണ് സാർ? അത് എപ്പോഴും ഒരു ഡയറക്ടറുടെ കയ്യിൽ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റിങ് കൂടി സെയിം ഡയറക്ടർ ചെയ്യുമ്പോൾ അതൊക്കെ ആയിരിക്കാം അതിൻ്റെ സക്സസ് എന്ന് എനിക്ക് തോന്നുന്നത്. അത് എഴുതുന്നത് ഇപ്പോൾ എന്താ പറയുക, രഘുനാഥ് പലേരി സാറൊക്കെ എഴുതിയിട്ടുള്ള അന്നത്തെ സിനിമകളിൽ ഒരു വാക്കുകൾ പോലും മാറ്റി വെക്കേണ്ടി വരില്ല. അപ്പം അങ്ങനെ ഇതിനകത്തൊരു ഹിഡൻ, സാർ നേരത്തെ പറഞ്ഞതാണ്, പകുതി കഥ എൻ്റെ അടുത്ത് പറഞ്ഞുള്ളൂ. പകുതി കഥ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ബാക്കി പറയണമെന്നില്ല, എന്നാ തുടങ്ങുന്നത്, നമുക്കിത് ഇപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ എനിക്ക് ഒറ്റ റിക്വസ്റ്റ് വേണം, ഉർവശി ഒന്ന് ചോദിക്കാൻ വെക്കാറുണ്ട്. പുള്ളി പറഞ്ഞു ഓൾറെഡി ഉർവശി എടുത്താണ് സംസാരിച്ചത്, ഉർവശി ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അന്ന് വൈകുന്നേരം ഉർവശി എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ പാണ്ഡ്യരാജ് സാറിൻ്റെ സിനിമ വെച്ചു കേട്ടു, ആ കഥ ഒന്നുകൂടി പറഞ്ഞ് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇപ്പോഴല്ലേ കേട്ടത്, ഇന്നലെയല്ലേ കേട്ടത്, പിന്നെ എന്താ എൻ്റെ അടുത്ത് പിന്നെയും പറയാൻ പറയുന്നത്? അല്ല, എൻ്റെ അടുത്ത് ആരോ വന്ന് 2-3 കഥ പറഞ്ഞു, അതിൽ ഏതാണ് പാണ്ഡ്യരാജ് സാർ പറഞ്ഞ കഥ, ഒന്നുകൂടി പറയൂ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ കഥ അങ്ങോട്ട് ഓക്കെ ഇത് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞത്. ഇതിനകത്തൊന്നും ഹ്യൂമർ ചെയ്യേണ്ടി വന്നില്ല, എല്ലാം അതിനകത്ത് ഹിഡൻ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഹ്യൂമർ അതിനകത്ത് കിടക്കുന്നതുകൊണ്ട് ഭയങ്കര കംഫർട്ടായിരുന്നു ഞങ്ങളെല്ലാവരും. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler.